എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. വെള്ളരിക്ക പച്ചടി. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു റെസിപ്പിയാണല്ലോ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് ഇപ്പം ഞാൻ ഒരു മീഡിയം സൈസ് വെള്ളരിക്ക വളരെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്കയെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കണ്ട കേട്ടോ, വെറും 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഈ വെള്ളരിക്ക നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ, ഉടഞ്ഞു പോവരുത് കേട്ടോ, ആവശ്യത്തിനുള്ള വേവ് മതി. അപ്പോഴേക്കിനും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയും 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം അധികം ചേർക്കാതെ വേണം ഇതിനെ അരച്ചെടുക്കാൻ. വെറും 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? കൂടുതൽ വെള്ളമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇതിനെ കൂടാതെ നമുക്കിതിലേക്ക് തൈരും വേണം. ഇത്ര തന്നെ തൈര് വേണ്ട, ഏകദേശം 1 കപ്പോളം അല്ലെങ്കിൽ 1/2 കപ്പോളൊക്കെ തൈര് മതി. നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. കട്ടിത്തൈരാണെങ്കിൽ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ പച്ചടിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്ക കുക്കായി ഒന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ വെള്ളരിക്ക നല്ല പോലെ കുക്കായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ഇതിനൊരു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തുറന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, അതിന് അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുക. അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിപ്പോൾ 1/4 കപ്പോളം തൈരാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് 1 തണ്ടോളം കറിവേപ്പിലയും അതുപോലെ 1 ടീസ്പൂൺ കടുകും 1 ഉണക്കമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ പച്ചടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാൻ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.